നീ എൻ്റെ പുറം ചൊറിയൂ, ഞാൻ നിന്റെ പുറം ചൊറിഞ്ഞു തരാം എന്ന് കേട്ടിട്ടില്ലേ? ഏതാണ്ട് അങ്ങനെയാണ് നമ്മുടെ മലയാള മനോരമയുടെ നിലപാട്. ഓഗസ്റ്റ് 21 ബുധനാഴ്ചത്തെ പത്രം നോക്കൂ. മഴവില്ലിൻ വിരിഞ്ഞു താരങ്ങൾ. മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് ജഗതി ശ്രീകുമാറിന് അൾട്ടിമേറ്റ് എൻ്റർടൈനർ പുരസ്കാരം കൊടുക്കുന്നു. അതിലൊന്നും കുഴപ്പമില്ല, നല്ലത് തന്നെ. ഇവരാരും ഇത് നടത്തുന്ന ചാനലും ഇതുവരെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് കേട്ടിട്ട് കൂടിയില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലും. അതുകൊണ്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എന്നാൽ റിപ്പോർട്ട് തന്നെയാണ് ഈ വീഡിയോയുടെ വിഷയവും. മമ്മൂട്ടി മികച്ച നടൻ, അനശ്വരം മികച്ച നടി, അങ്ങനെ പോകുന്നു ആ വാർത്ത. മഴവിൽ മനോരമയും സിനിമാ താരസംഘടനയായ അമ്മയും പിന്നെ ആരൊക്കെയോ കൂടി ചേർന്ന് അങ്കമാലി ആർട്ട്ലെക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഒരു വൻ താരനിശ നടത്തിയതിൻ്റെ റിപ്പോർട്ടാണ് പിറകെ. അതായത് 20-ാം തീയതി മനോരമയുടെ 8ഉം 9ഉം പേജ് നോക്കുക. ഫുൾ സെന്റർ സ്പ്രെഡ് മുഴുവൻ മലയാള സിനിമാ ലോകത്തെ പീഡനത്തിൻ്റെ വാർത്തകൾ മാത്രം. സർവത്ര പീഡനം എന്നാണ് ആ പേജിൻ്റെ തലവാചകം തന്നെ. അത് വായിച്ചാൽ നമുക്ക് തോന്നും മനോരമ മൊത്തത്തിൽ പീഡനത്തിന് ഇരയായ ഇരകളോടൊപ്പമാണ് എന്ന്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പിറ്റേ ദിവസം നടത്താനിരുന്ന ഈ അവാർഡ് നിശ വേണ്ട എന്ന് വെക്കാഞ്ഞത്? അന്തസ്സുണ്ടായിരുന്നെങ്കിൽ മനോരമ അങ്ങനെ ചെയ്യണമായിരുന്നു. അതല്ലാതെ ഇരകളെപ്പറ്റി, അവരുടെ സങ്കടങ്ങളെപ്പറ്റി, അവരുടെ കഷ്ടപ്പാടുകളെപ്പറ്റി, അവരുടെ ദുരിതങ്ങളെപ്പറ്റി പത്രത്തിൽ വാ തോരാതെ എഴുതുകയും അവരുടെ ദുരിതങ്ങളുടെ കാരണഭൂതന്മാരെ ഇരുട്ടാകുമ്പോൾ വിളിച്ച് ആദരിക്കുന്നതും എന്ത് തരം മാധ്യമധർമ്മമാണ് മനോരമയിൽ? ഒന്ന് പത്രധർമ്മവും മറ്റൊന്ന് ചാനൽ ധർമ്മവും ആണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കാം. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെയാണ് എന്ന് കൂടി ഒന്ന് വ്യക്തമാക്കാമോ? ഇരകളുടെ കൂടെയോ അതോ വേട്ടക്കാരുടെ കൂടെയോ? അവിടെ കൊണ്ട് തീരുന്നില്ല. തലേന്ന് രാത്രി, അതായത് 19-ാം തീയതി രാത്രി ഷാനി പ്രഭാകരൻ മനോരമ ന്യൂസിൽ നടക്കുന്ന റിപ്പോർട്ടിൽ നടപടി എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം, മയക്കുമരുന്ന് ഉപയോഗം, ഇതിനെക്കുറിച്ചൊക്കെ മനോരമ ന്യൂസിൻ്റെ വേവലാതിയും ദുഃഖവും രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഗുരുതരമായ ലൈംഗിക അതിക്രമങ്ങൾ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്നു എന്നായിരുന്നു ഷാനി പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മഴവില്ല് വിരിയിച്ചുകൊണ്ട് മനോരമയുടെ വക താരനിശ. എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ, വേണ്ട അല്പമെങ്കിലും ഉളുപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു മഴവില്ല് ഇതേ ദിവസം തന്നെ വിരിയിക്കുവാൻ ഈ ചാനൽ മുതിരുമായിരുന്നു. ഒരു ചാനലിന് ഒരു നിലപാട്, മറ്റൊരു ചാനലിന് വേറൊരു നിലപാട്, പത്രത്തിന് വേറെ ഒരു നിലപാട്. ഇതെന്ത് മാധ്യമധർമ്മമാണ് മനോരമ? സിനിമാ മേഖലയിൽ വലിയ തോതിൽ ചൂഷണം നടക്കുന്നു. മനോരമയ്ക്കോ മനോരമ ന്യൂസിനോ അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പുറം ചൊറിഞ്ഞു കൊടുക്കുന്ന അവാർഡ് നിശ നടത്തിയത്? കുറ്റം പറയരുതല്ലോ, എല്ലാവർക്കും അവാർഡുണ്ട്. അവാർഡ് കിട്ടിയവരുടെ ലിസ്റ്റ് കണ്ടാൽ നമ്മൾ ഞെട്ടും. അത്രയ്ക്കും വലുതാണ് ആ ലിസ്റ്റ്. എല്ലാവരെയും നന്നായിട്ടൊന്ന് സൂചിപ്പിക്കണം, അല്ലേ? മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കൊണ്ട് ജഗതിക്ക് അവാർഡ് കൊടുപ്പിക്കുന്നു, അവരെയും സൂചിപ്പിക്കുന്നു. ഇനി എന്തിനായിരുന്നു ഈ അവാർഡ് നിശ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, അവാർഡ് നിശയിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഉപയോഗിക്കും. അടിപൊളി. അപ്പോൾ പിന്നെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും എന്നെ പോലെ കുറ്റം പറഞ്ഞാൽ അവരുടെ വായടയ്ക്കാൻ ഇതിലും വലിയ ഒരു കാര്യം വേണോ? വേണ്ട. മാത്രവുമല്ല, ഷോ ഏകപക്ഷീയമായി റദ്ദ് ചെയ്താൽ കേസാകും, കോടതിയാകും, നഷ്ടപരിഹാരം കൊടുക്കണം, ഇങ്ങനെ നിരവധി ന്യായങ്ങളും ഉണ്ടാകും. ഒന്നുകിൽ നഷ്ടപരിഹാരം കൊടുക്കണം സാർ, അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ അവസാനിക്കുന്നത് വരെ ഷോ നീട്ടിവെക്കണമായിരുന്നു. എവിടെ? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും പണം കിട്ടണമല്ലോ, അല്ലേ? ഇനി ഈ അമ്മ മാമാങ്കത്തിൻ്റെ ബാക്കി ഭാഗം സെപ്റ്റംബറിൽ നമുക്ക് ചാനലിൽ കൺകുളിർക്കെ കണ്ട് സായുജ്യമണയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചാനലിൽ ഈ മാമാങ്കം വരുമ്പോൾ നേരിൽ കാണാൻ കഴിയാത്തവരെല്ലാവരും TV-യുടെ മുൻപിൽ കുത്തിയിരിക്കണം. അങ്ങനെ ചാനലിൻ്റെ റേറ്റിങ്ങും TRPയും എല്ലാം നമുക്ക് ഉത്സാഹിച്ച് കൂട്ടിക്കൊടുക്കാം. ഇത് പറയുവാൻ കാരണമുണ്ട്. ഈ മാമാങ്കത്തിൻ്റെ മുഖ്യ പ്രായോജകരായ മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി യാതൊരു ബന്ധവുമില്ല എന്നും അത് തമിഴ്നാട്ടിലെയോ കന്നഡ സിനിമയിലെയോ ഏതോ ഒരു അമ്മയെപ്പറ്റി മാത്രമാണ് എന്നും അറിയുക. നമ്മുടെ താരസംഘടന അമ്മയ്ക്ക് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നും കൂടി നിങ്ങൾ അറിയുക. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒക്കെ നടക്കും എന്ന് നിഷ്കളങ്കരെ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ
ഒന്നും നടക്കാൻ പോകുന്നില്ല. അതാണ് സത്യം. മലയാള സിനിമ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകും, ഒരു മാറ്റവും ഇല്ലാതെ. ഇരകളെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇരകൾ എക്കാലവും ഇരകളാണ്, വേട്ടക്കാർ എക്കാലവും വേട്ടക്കാരും. നന്ദി, നമസ്കാരം.